മലയാളികളുടെ പ്രിയപ്പെട്ട അർജുനനെ ജ്വലിക്കുന്ന ഓർമ്മ. കോഴിക്കോട് കണ്ണാടിക്കലിലെ വീടിനോട് ചേർന്ന് ഒരുക്കിയ ചിതയിൽ അർജുന്റെ മൃതദേഹം അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങി. ജനസഞ്ചയത്തെ സാക്ഷിയാക്കി ഇളയ സഹോദരൻ അഭിജിത്ത് ചിതയ്ക്ക് തീ കൊളുത്തി. രാവിലെ 8:30ഓടെയാണ് അർജുന്റെ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസ് ജന്മനാടായ കണ്ണാടിക്കൽ ടൗണിലെത്തിയത്. നൂറുകണക്കിന് ആളുകളാണ് അർജുനെ ഒരു നോക്ക് കാണാനായി പുലർച്ചെ മുതൽ ടൗണിൽ കാത്തിരുന്നത്. കാർവാർ ആശുപത്രിയിൽ നിന്നും ഇന്നലെ വൈകിട്ട് പുറപ്പെട്ട മൃതദേഹത്തെ കാർവാർ MLA സതീഷ് കൃഷ്ണസൈൽ, മഞ്ചേശ്വരം MLA AK അഷ്റഫ്, ഗംഗാവാലിപ്പുഴയിൽ അർജുനായി തെരച്ചിൽ നടത്തിയ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ തുടങ്ങിയവർ അനുഗമിച്ചിരുന്നു. കോഴിക്കോട് ജില്ലാ അതിർത്തിയായ വടകര അഴിയൂരിൽ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങി. പിന്നീട് കണ്ണാടിക്കൽ ടൗണിൽ നിന്നും അർജുന്റെ വീട് വരെ നടന്ന വിലാപയാത്രയ്ക്കും മന്ത്രി നേതൃത്വം നൽകി. ഷാഫി പറമ്പിൽ MP, MLAമാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് ആളുകളാണ് വിലാപയാത്രയിൽ പങ്കാളികളായത്. കുടുംബാംഗങ്ങൾക്ക് അവസാനമായി ഒരു നോക്ക് കാണാനായി കണ്ണാടിക്കലിലെ വീട്ടിനകത്തേക്ക് മൃതദേഹം കയറ്റി. ചേതനയേറ്റ അർജുന്റെ ശരീരം കണ്ട് അമ്മ ഷീലയും അച്ഛൻ പ്രേമനും സഹോദരങ്ങളായ അഞ്ജുവും അഭിരാമിയും അഭിജിത്തും പൊട്ടിക്കരഞ്ഞു. ഭാര്യ കൃഷ്ണപ്രിയയും മകൻ 2.5 വയസ്സുകാരൻ അയാൻ കൃഷ്ണയും അർജുന് അന്ത്യചുംബനം നൽകി. എല്ലാത്തിനും മൂകസാക്ഷിയായി സഹോദരി ഭർത്താവ് ജിതിനുമുണ്ടായിരുന്നു. തുടർന്ന് വീട്ടുമുറ്റത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ഉൾപ്പെടെ റീത്ത് സമർപ്പിക്കപ്പെട്ടു. മന്ത്രി KB ഗണേഷ് കുമാർ, MK രാഘവൻ MP അടക്കമുള്ളവരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. പിന്നീടാണ് കണ്ണാടിക്കലെ വീട്ടിലെ അർജുന്റെ മുറിയുടെ വലതുഭാഗത്തായി ചിതയൊരുക്കിയത്. അന്തിമകർമ്മങ്ങൾ നടത്താനായി 2.5 വയസ്സുകാരൻ അയാൻ കൃഷ്ണയെ എത്തിച്ചപ്പോൾ അച്ഛന്റെ ചേതനയേറ്റ ശരീരം കണ്ട് കുഞ്ഞ് നിലവിളിച്ചത് കൂടി നിന്നവരുടെ കണ്ണുകളെയും ഈറനണിയിച്ചു. അർജുനെ അവസാനമായി അണിയിക്കാൻ വാങ്ങിയിരുന്ന കോടിവസ്ത്രം അതിന് സാധിക്കാത്തതിനാൽ മൃതദേഹത്തോടൊപ്പം വെക്കുന്ന അനിയൻ അഭിജിത്തിന്റെ കണ്ണീർ നനവാർന്ന മുഖവും നൊമ്പരക്കാഴ്ചയായി. ഒടുവിൽ അനുജൻ അഭിജിത്ത് കൊളുത്തിയ ചിതയിൽ അഗ്നിനാളങ്ങൾ അർജുന്റെ ഭൗതികദേഹത്തെ ഏറ്റുവാങ്ങി. ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ 72 ദിനങ്ങൾ ഗംഗാവാലിപ്പുഴയുടെ അടിത്തട്ടിലകപ്പെട്ട ലോറിയിൽ കുടുങ്ങി ജീവൻ പൊലിഞ്ഞ അർജുൻ ജനമനസ്സുകളിൽ ഒരിക്കലും മരിക്കാത്ത ഓർമ്മയായി. മലയാളിയുടെ പ്രിയപ്പെട്ട അർജുന് കേരള വിഷൻ ന്യൂസിന്റെ ആദരാഞ്ജലി. ടീം കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.